ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഡിസൈനിങ്ങുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ സെയിം കളറിലൊരു നൂലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സിൽക്ക് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ബീഡ്സ്, നമ്മൾ മെയിനായിട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീഡ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ്, അതായത് രണ്ട് സൈസിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഒരു ചെറിയ സൈസുള്ള ബീഡും അതുപോലെ അതിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസായിട്ടുള്ള ബീഡ്സും. ഈ ഡിസൈന് ഒരേ കളറുള്ള ബീഡ്സ് തന്നെ വേണം. പിന്നെ അത് ഒട്ടിക്കാനായിട്ട് ഗമ്മ് വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലത്തെ ചെറിയ സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറ് സ്റ്റോൺസും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മെറ്റീരിയലിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഒറിജിനൽ ഡിസൈനിലുള്ള പോലത്തെ മെറ്റീരിയലല്ല, ജസ്റ്റ് ഇതിൻ്റെ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ആദ്യം ബീഡ്സൊക്കെ ഒന്ന് ഗമ്മ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മുഴുവനായിട്ട് ബീഡ്സ് എല്ലാം ഗമ്മ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുക. എന്നാലും അതവിടെ ഉറച്ചിരുന്നോളും, പറഞ്ഞു പോവില്ല. ഇങ്ങനെ ഫുള്ള് നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് മുഴുവൻ ബീഡ്സും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഈ തുണിയുടെ അടിയിൽ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗമ്മ് ചെയ്യുമ്പോൾ ആ ഗമ്മൊക്കെ താഴെയുള്ള തുണിയിൽ പറ്റി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങണം. ഈ ആദ്യം വലിയ ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിങ്ങനെ ഗമ്മ് ചെയ്ത് അതിൽ ഈ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒന്നിങ്ങനെ നന്നായിട്ട് ഗമ്മ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഗമ്മ് വരരുത്, അപ്പോൾ അത് ഉണങ്ങാനായിട്ടും അതേപോലെ അതിങ്ങനെ ആ ഒരു ബീഡ് അതിൽ മുങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് അത് ഉറച്ചിരിക്കാൻ പാകത്തിൽ ആവശ്യത്തിന് മാത്രം ഗമ്മ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ഗമ്മിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ ബീഡ്സും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ആ വലിയ ബീഡ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം അത് ഉണങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് തുന്നി കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം കളറിലുള്ള നൂലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സിൽക്കിൻ്റെ നൂലാണ്, അത് വെച്ചിട്ടാണ് ഞാൻ തുന്നി കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ ബീഡ്സും തുന്നി കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും, എന്നാലും അത് തുന്നി കൊടുത്താൽ നന്നായിരിക്കും. സാധാരണ ഇങ്ങനത്തെ ഈ ഒരു വർക്ക് ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അത് ഒരുപാട് പേർക്ക് അറിയാത്തുണ്ടാവും. അത് ഒരുപാട് എന്താ പറയുക, പ്രാക്ടീസ് ആവശ്യമാണ് അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടും ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ആവുമ്പോൾ ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം ഗമ്മ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ സ്റ്റോൺ, ഫാബ്രിക്കിൽ വെക്കുന്ന സ്റ്റോൺസ് കിട്ടും നമുക്ക് കടയിൽ, അത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ അതവിടെ ഉരുകിയിട്ട് നല്ല പതിഞ്ഞിരുന്നോളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അയൺ ബോക്സ് വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഗമ്മ് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനല്ല. എന്നാൽ ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ തുന്നുന്നത് കൊണ്ട് നമുക്ക് ടൈമുള്ളപ്പോഴൊക്കെ ഇരുന്ന് തുന്നി ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. പിന്നെ ഇങ്ങനെ ഗമ്മ് ചെയ്ത് കൊടുത്താൽ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് അയൺ ബോക്സ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ഗ്യാപ്പിലും നമുക്ക് ഈ സ്റ്റോൺസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇടയിലൊക്കെ ഇതേപോലെ സ്റ്റോൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ചെറിയ ബീഡ്സ്, ചെറിയ പേൾ ബീഡ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തതിനേക്കാളും സൈസ് കുറവായത്. ഇനി അത് ഇതിൻ്റെ ഇടയിലൊക്കെ ഗമ്മ് വെച്ചിട്ട് ഒന്ന് നമ്മൾ വെതറി കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ച് പാടാണ് ഓരോന്നായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഒന്ന് വെതറി കൊടുത്താൽ ആ ഗമ്മ് എവിടെയൊക്കെയാണോ ആയിട്ടുള്ളത് അതൊക്കെ അവിടെ ഇങ്ങനെ പറ്റി പിടിക്കും. ആവശ്യത്തിന് ഗമ്മ് വെച്ച് കൊടുക്കണം. നമ്മൾ ഇത് ഗമ്മ് വെക്കുന്നതുകൊണ്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പാട് വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഫാബ്രിക് ഗമ്മെന്ന് വെച്ചാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിക്കോളും. കണ്ടോ, ഇതേപോലെ ഈ മുത്തുകളൊക്കെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഗമ്മ് വെച്ച സ്ഥലത്തൊക്കെ അതങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനി തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ ബാക്കി ആവാത്ത സ്ഥലത്തൊക്കെ അത് പോയി പറ്റി പിടിച്ചോളും. ഇനി എക്സ്ട്രാ മുത്തുകളൊക്കെ വീണു പോവും. കണ്ടോ, ഇങ്ങനെ ആ ഗ്യാപ്പിലൊക്കെ ഈ ചെറിയ ബീഡ്സ് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നേരത്തെ ഞാൻ തുന്നുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓരോ ബീഡ്സ് വെച്ചിട്ടും തുന്നുന്നതിനേക്കാളും നല്ലത് ഇതെല്ലാം ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല അവിടെ സ്റ്റിഫായി നിന്നതിന് ശേഷം മാത്രം തുന്നി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു പോരും പെട്ടെന്ന്. അപ്പം ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കൊടുക്കാം. ആ ഒരു കഴുത്തിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇനി അത് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കും ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മേലെ നമ്മൾ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് താഴേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എവിടേക്കാണ് ബീഡ്സ് വേണ്ടത് അവിടേക്ക് ഇതേപോലെ ഗമ്മ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ ബീഡ്സായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെയാണ്, എന്നാലും ഇവിടെ ഒരു ഗ്യാപ്പ് കുറച്ച് വിട്ടിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേറെയും പല രൂപങ്ങളുണ്ടാകും. ഞാനിതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ, ഇങ്ങനെ ചെയ്യാനും പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതേപോലെ ഓരോ ബീഡ്സ് അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആ സ്റ്റോൺസും ചെറിയ ബീഡ്സൊക്കെ വെച്ച് നമുക്ക് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുന്നുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം തുന്നിയാൽ മതി. ഓരോന്ന് വെച്ച് കൊടുത്ത് ഉണങ്ങിക്കഴിയാൻ നിൽക്കണ്ട. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ബീഡ്സായിട്ട് തുന്നി കൊടുത്താൽ മതി. പിന്നെ അവിടെ നിന്ന് അത് ഇളകി പോരില്ല. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈന്. കുറച്ച് ടൈം എടുത്താലും നമുക്ക് നല്ലൊരു ഇത് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്താൽ. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.